അവൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി, അവൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് വൃക്ഷങ്ങൾ പോലെ. ഒരു ഭാര്യയുടെ ബലം അവളുടെ ഭർത്താവാകണം, ഭർത്താവിൻ്റെ ബലം ദൈവമാകണം. ആ ഓർഡർ തെറ്റിക്കരുത്. അതാണ് ദൈവനിയോഗം. ഭാര്യയുടെ തല. ചില കാര്യങ്ങളിൽ ഭർത്താക്കന്മാർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കുന്നില്ല, അത് പാപം വന്നതുകൊണ്ട്. പക്ഷെ ദിസ് ആർ ദ പെർഫെക്റ്റ് റൂൾസ് ഓഫ് ഗോഡ്. ഒരു ഭാര്യ വീട്ടിനകത്തുനിന്ന് ശാഖ മാത്രം പുറത്തോട്ട് പോയി നിറച്ച് ഫലം കായ്ക്കണം. അത് നമ്മൾ ഉണ്ടാകുമ്പോൾ തൊട്ടേ പെൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. പുരുഷന്മാർക്കും ദൈവകൃപ വരണം. മക്കള് മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഒലിവ് വൃക്ഷങ്ങൾ. അതിൻ്റെ അർത്ഥം എന്തുവാ? ഒലിവ് വൃക്ഷങ്ങൾ ദൈവത്തിൻ്റെ ഫലം കായ്ക്കുന്നവയാണ്. അവ നാശത്തിലേക്ക് പോകാൻ ഒക്കത്തില്ല. ദൈവത്തിൻ്റെ മേശയ്ക്ക് ചുറ്റും ദിനം പ്രതി ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഏത് കുടുംബം ശ്രമിക്കുന്നുവോ അവിടെ ഐശ്വര്യം വരും. അത് കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ അനുഗ്രഹം സിയോനിൽ നിന്ന് കൈ ഉയർത്തി അവനെന്ന് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.